So this is our next problem. Reduce the system into a single force and couplet A, single force and couplet D, and single force and couplet C. നമുക്കൊരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഉണ്ട്. അതിന് നമുക്ക് ക്വസ്റ്റ്യൻ 3 പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് പറയുന്നത് അതിനെ പോയിന്റ് എയിൽ ഒരു സിംഗിൾ ഫോഴ്സും ഒരു കപ്പിളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ വി വിൽ ഡു ദി സെയിം ഓപ്പറേഷൻ ഡി ആൻഡ് വി ഹാവ് ടു ഡു ദി സെയിം ഓപ്പറേഷൻ ഇൻ സി. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ആദ്യം നമുക്ക് ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ സിസ്റ്റം ഓഫ് ഫോഴ്സിനെ ഒറ്റ ഫോഴ്സ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. റിസൾട്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യാറുള്ള പോലെ എല്ലാ ഫോഴ്സിന്റെയും ഹൊറിസോണ്ടൽ കമ്പണൻസും വെർട്ടിക്കൽ കമ്പണൻസും എടുത്ത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സൈൻ കൺവെൻഷൻ. ടുവേർഡ്സ് റൈറ്റും അപ്പർ ഡയറക്ഷനിലുള്ള ഫോഴ്സ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും, ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഇനി നമുക്ക് ഫോഴ്സസിന്റെ ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സസും ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സസും കണ്ടുപിടിക്കാം. സോ ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്താ നോക്കാം, എവിടെയൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നത്? പോയിന്റ് എയിലും പോയിന്റ് ബിയിലും പോയിന്റ് ഡിയിലും അതിന് വെർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. സോ അവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നുമില്ല. ആകെ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നത് പോയിന്റ് സിയിൽ മാത്രമാണ് അല്ലെ? പോയിന്റ് സിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ത് വരും? ഞാൻ ഫോഴ്സിന് ജസ്റ്റ് താഴത്തേക്ക് എടുത്ത് വരക്കാം. ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 30 cos 30 ആയിരിക്കും അല്ലെ? അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. സോ 30 cos 30 അത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. നമ്മളുടെ സൈൻ കൺവെൻഷനിൽ ടുവേർഡ്സ് റൈറ്റ് ആണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. സോ ദിസ് ഹാസ് ടു ബി നെഗറ്റീവ് അക്കോർഡിംഗ് ടു അവർ സൈൻ കൺവെൻഷൻ. സോ നമ്മൾ 30 cos 30 അത് മാത്രമേ നമ്മളുടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ടുള്ളൂ. കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് വിൽ ബി -25.98 ന്യൂട്ടൺസ്. ഇനി നമുക്ക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. വെർട്ടിക്കൽ ഫോഴ്സസ് ഇവിടെ വരുന്നുണ്ട് 10 ന്യൂട്ടൺ. അത് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. നമുക്ക് അപ്വേർഡ് ഡയറക്ഷൻ ആണ് പോസിറ്റീവ്. സോ നമ്മൾ ഇതിനെ നെഗറ്റീവ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. -10. അടുത്തത് 15 ന്യൂട്ടൺ. ദാറ്റ്സ് അഗെയിൻ അത് ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. സോ -15. അടുത്തത് സിയുടെ വെർട്ടിക്കൽ കമ്പണന്റ്. അത് ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക? സിയുടെ വെർട്ടിക്കൽ കമ്പണന്റ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെയാണ് അല്ലെ? സോ അതും നെഗറ്റീവ് ആണ്. എന്താ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വരിക? 30 sin 30. അടുത്തത് ഒരു ഫോഴ്സും കൂടി ഉണ്ട്, ദാറ്റ് ഇസ് 40 ന്യൂട്ടൺ. അതും ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. സോ -40. അത്ര നമ്മളുടെ ഫോഴ്സുകളുള്ളൂ. ഹെൻസ് ടോട്ടൽ വാല്യൂസ് -80 ന്യൂട്ടൺസ് അല്ലെ? സോ നമുക്ക് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സും കിട്ടി, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സും കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. സോ റിസൾട്ട് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ? അങ്ങനെ മനസ്സിലായി? അത് നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് നമ്മളുടെ ടുവേർഡ്സ് റൈറ്റിലേക്കാണ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ എടുക്കുന്നത്. സോ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ടുവേർഡ്സ് ലെഫ്റ്റ് വേണം വരയ്ക്കാനായിട്ട്. അടുത്തത് സിഗ്മ വി. സിഗ്മ വി എന്ന് പറഞ്ഞാൽ അത് ഡൗൺവേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ? എന്തുകൊണ്ടാ? നെഗറ്റീവ് സൈൻ. നമുക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പർ ഡയറക്ഷൻ ആണ്. സോ -8 ആണെങ്കിൽ അതിന് താഴത്തേക്ക് വരയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് പാരലലോഗ്രാം ലോയോ അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോയോ നമുക്ക് യൂസ് ചെയ്യാം. ദിസ് വിൽ ബി യുവർ റിസൾട്ടന്റ്. സോ പാരലോഗ്രാം ലോയോ ട്രയാങ്കുലർ ലോയോ ഉപയോഗിക്കുക. എന്തായാലും സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി. പാരലോഗ്രാം ലോ ആണെങ്കിൽ സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ പ്ലസ് 2 സിഗ്മ എച്ച് സിഗ്മ വി കോസ് തീറ്റ. അവിടെ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എച്ചും സിഗ്മ വിയും തമ്മിലുള്ള ആംഗിൾ ആണ്. ദാറ്റ് ആംഗിൾ ഇസ് 90 ഡിഗ്രി. സോ ആ ടേം വാനിഷ് ആയപ്പോൾ അവിടെ നമുക്ക് ബാക്കിയുള്ള ടേമുകൾ മാത്രം മതി. സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ അതിന്റെ സ്ക്വയർ റൂട്ട്. ഫ്രം ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര വരും? 84.1127 ന്യൂട്ടൺസ്. അപ്പൊ നമുക്ക് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? റിസൾട്ടന്റിനെ ലൊക്കേറ്റ് ചെയ്യണം. റിസൾട്ടന്റിനെ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്ന ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. റിസൾട്ടന്റ് ആ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ?
സോ നമുക്ക് ആദ്യം ഇതിന്റെ ഈ ആംഗിളിനെ കണ്ടുപിടിക്കാം. സേ ദിസ് ആംഗിൾ ബി തീറ്റ. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു എത്ര വരും? സിഗ്മ വി ബൈ സിഗ്മ എച്ച്. എങ്ങനെ കിട്ടി? സിമ്പിൾ ട്രയാങ്കിളല്ലോ അല്ലെ? ഈ ആംഗിൾ ആണ് തീറ്റ. ഈ ആംഗിൾ ആണ് തീറ്റ എങ്കിൽ ഇതാണ് സിഗ്മ എച്ച് അല്ലെ? ഇതാണ് സിഗ്മ വി. അപ്പൊ നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, സിഗ്മ വി ബൈ സിഗ്മ എച്ച്. സോ ഫ്രം ദാറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 72 ഡിഗ്രീസ്. സോ നമ്മൾ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും കിട്ടി, റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്ന ആംഗിളും കിട്ടി. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിസൾട്ടന്റിന്റെ ലൊക്കേഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം നമ്മളുടെ ഫോഴ്സ് സിസ്റ്റത്തിന്റെ ഒരു കോപ്പി എടുക്കാം. ഓക്കെ, സോ ഞാൻ അതിന്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട്. നമുക്ക് റിസൾട്ടന്റിന്റെ ആംഗിൾ എവിടെയെന്ന് മാത്രമേ അറിയുള്ളൂ അല്ലെ? റിസൾട്ടന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ നമുക്കറിയില്ല. സോ നമുക്ക് റിസൾട്ട് നമുക്ക് പിന്നെ കൺസിഡർ ചെയ്യാം. ആ റിസൾട്ടന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് റൂളാണ് നമ്മൾ ഉപയോഗിക്കുക? വെരിഗ്നോൺസ് തിയറി ആണ്. വെരിഗ്നോൺസ് തിയറി എന്താ പറയുന്നത്? Algebraic sum of moments of individual forces will be equal to the moment due to resultant force about the same moment center. Okay, സോ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് അബൌട്ട് ആയിട്ട് റിസൾട്ടന്റിന്റെയും ഇൻഡിവിജ്വൽ ഫോഴ്സസിന്റെയും മൊമെന്റ് എടുക്കണം. ആൻഡ് ദാറ്റ് ടു വാല്യൂസ് വിൽ ബി ഈക്വൽ. സോ നമുക്ക് ആദ്യം ഏതെങ്കിലും ഒരു പോയിന്റിനെ അബൌട്ട് ആയിട്ട് നമ്മളുടെ സിസ്റ്റം ഓഫ് ഫോഴ്സസിന്റെ മൊമെന്റ് എടുക്കാം. ഓക്കെ, സോ ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഇൻഡിവിജ്വൽ ഫോഴ്സസ് കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ വരുന്ന മൊമെന്റ് ആണ്. സോ ഞാൻ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എ ആയിട്ട് എടുക്കുന്നു. നമുക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ എ ആണ് പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്. സോ മൊമെന്റ് അറ്റ് എ, എല്ലാ ഫോഴ്സ് കാരണം വരുന്ന ടോട്ടൽ മൊമെന്റ് അറ്റ് എ ഞാൻ എം എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എം എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഓരോ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ 10 ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ഫോഴ്സ് കാരണം എയിൽ മൊമെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ലിവർ ആം ഡിസ്റ്റൻസ് ഇല്ല. ലൈൻ ഓഫ് ആക്ഷനും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് തമ്മിൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല. സോ അവിടെ ലിവർ ആം ഡിസ്റ്റൻസ് ഇല്ല. ഹെൻസ് മൊമെന്റ് ഇസ് ഈക്വൽ ടു 0. ഇനി അടുത്തത് 15 ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ഫോഴ്സ്, അത് കാരണം മൊമെന്റ് ഉണ്ടാവും. മൊമെന്റ് ഉണ്ടാവും അല്ലെ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻടു ലിവർ ആം ഡിസ്റ്റൻസ്. ലിവർ ആം ഡിസ്റ്റൻസ് എത്രയാ? ലൈൻ ഓഫ് ആക്ഷനും കൺസിഡർ ചെയ്യുന്ന പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് 2 മീറ്റർ. ഇനി ഇതിന്റെ സൈനും കൂടി നോക്കാം. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമുക്ക് ഏതാ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മൊമെന്റ് ആണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലെ? സോ ഇത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കാം. അതിനെ കണ്ടുപിടിക്കാനായിട്ട് എന്താ വേണ്ടത്? നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ലിവർ ആമിനെ ഒരു അയൺ റോഡായിട്ട് കൺസിഡർ ചെയ്യുക. ഏത് പോയിന്റിലാണോ നമ്മൾ മൊമെന്റ് എടുത്തിട്ടുള്ളത് അവിടെ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് അയൺ റോഡ്. ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഹെൻസ് അയൺ റോഡ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ദിസ് ഇസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ? ഹെൻസ് ദിസ് വാല്യൂ ഇസ് പോസിറ്റീവ്. ഇനി അടുത്തത് പോയിന്റ് സിയിൽ ആക്ട് ചെയ്യുന്ന 30 ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ഫോഴ്സ്, എന്താ പറയാ, ആ ഫോഴ്സ് ഒന്നുകൂടി വരയ്ക്കാം. ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ഫോഴ്സ് അതിന്റെ ഇൻക്ലൈൻ ഫോഴ്സ് ആയിട്ട് നമ്മൾ അതിനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യണം അല്ലെ? സോ ഞാൻ അതിനെ ഹൊറിസോണ്ടലായിട്ട് റിസോൾവ് ചെയ്യണം. ഹൊറിസോണ്ടലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എത്രയാ? ദാറ്റ് വിൽ ബി 30 cos 30 അല്ലെ? അത് കാരണം എയിൽ മൊമെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ? ആ ഹൊറിസോണ്ടൽ കമ്പണന്റ് ആക്ട് ചെയ്യുന്നത് ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്. അതും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് തമ്മിൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല, സെയിം ലൈൻ തന്നെയാണ്. ഹെൻസ് അവിടെ ലിവർ ആം ഡിസ്റ്റൻസ് ഇല്ല. സോ അതുകൊണ്ട് ഇത് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് 0 ആണ്. ഇനി നമുക്ക് ഇതിന്റെ വേർട്ടിക്കൽ കമ്പണന്റ് എടുക്കാം അല്ലെ? ഇതിന്റെ വേർട്ടിക്കൽ കമ്പണന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്. സോ അവിടെ ഒരു ലിവർ ആം ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ? ലൈൻ ഓഫ് ആക്ഷനും കൺസിഡർ ചെയ്യുന്ന പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് 4 മീറ്റർ. സോ അതിന്റെ വേർട്ടിക്കൽ കമ്പണന്റ് കാരണം ഒരു മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്. ആ മൊമെന്റിന്റെ വാല്യൂ എത്രയാ? പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്ര വരും? 30 sin 30
ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. ലിവർ ആം ഡിസ്റ്റൻസ് എത്രയാ? ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ. കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ലിവർ ആം ഡിസ്റ്റൻസ് 4 മീറ്റർ. 4. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇതാണ് ലിവർ ആം ഡിസ്റ്റൻസ്. ഇവിടെ അതിനെ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. സോ ആ ആൻഡ്രോഡ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ല. ദിസ് ഇസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഹെൻസ് ദിസ് ഇസ് പോസിറ്റീവ്. ഓക്കെ. ഇനി അടുത്ത ഫോഴ്സ് ഇതാ ഈ 40 ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ഫോഴ്സ്, അത് കാരണം ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 40 ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് എത്രയാ? 2 + 2 + 4 ദാറ്റ് ഈസ് 8 മീറ്റർ. അത് ഏതാ? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? അതും ക്ലോക്ക് വൈസ് ആണ്. സോ ദിസ് ഓൾസോ പോസിറ്റീവ്. ഇനി വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല അല്ലെ. ഹെൻസ് ഇത്രയാണ് നമ്മളുടെ ഫോഴ്സ് വരുന്നത്. ഇതിന്റെ ടോട്ടൽ വാല്യൂ എത്ര വരും? ദാറ്റ് വിൽ ബി 410 ന്യൂട്ടൺ മീറ്റേഴ്സ്. ഓക്കെ. സോ നമ്മൾ ഇൻഡിവിജ്വൽ ഫോഴ്സസ് കാരണം എയിൽ ഉണ്ടാവുന്ന മൊമെന്റ് കണ്ടുപിടിച്ചു. ഓക്കെ. ഇനി നമുക്ക് റിസൾട്ടന്റ് കാരണം എയിൽ ഉണ്ടാവുന്ന മൊമെന്റ് കൂടി കണ്ടുപിടിക്കണം. സോ ഞാൻ റിസൾട്ടന്റ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. റിസൾട്ടന്റിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് അറിയില്ല. അത് ഞാൻ തന്നെ ഏതെങ്കിലും ഒരു പോയിന്റ് കൊണ്ട് വയ്ക്കുകയാണ്, വെറുതെ കൊണ്ട് വയ്ക്കുക. ഓക്കെ. സേ ദിസ് ഡിസ്റ്റൻസ് ബി, എ മുതൽ ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ ലെറ്റ് ദാറ്റ് ബി എക്സ് മീറ്റർ. എക്സ് മീറ്റർ ഇത്രയും എക്സ് മീറ്റർ ആണ്. അപ്പോ നമുക്കിനി റിസൾട്ടന്റ് കാരണം റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ് എത്രയാ? ദാറ്റ് വാസ് 84.1127 ന്യൂട്ടൺസ്. അല്ലേ? ഇതായിരുന്നു റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി റിസൾട്ടന്റിന്റെ ലൊക്കേഷൻ നമുക്ക് ഈ എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം റിസൾട്ടന്റിന് നമ്മൾ എന്താ റിസൾട്ടിനെ നമ്മൾ റിസോൾവ് ചെയ്യുക. ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുക. സേ അതിനെ ഹൊറിസോണ്ടലായിട്ട് വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുന്നു. ഇത്രയും അല്ലേ? വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുക. അതിനെ ഹൊറിസോണ്ടലായിട്ട് റിസോൾവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ആക്ച്വലി ഹൊറിസോണ്ടൽ കമ്പണന്റ് ഉണ്ട്. ഞാനിപ്പോ വരയ്ക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഹൊറിസോണ്ടൽ ഫോഴ്സ് കാരണം എയിൽ മൊമെന്റ് ഉണ്ടാവില്ല അല്ലെ. എന്തുകൊണ്ടാ? ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുക ഈ ഡയറക്ഷനിലായിരിക്കും. സപ്പോസ് ഇത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഇങ്ങനെയാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ. ആ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴത്തേനും ആ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് അല്ലെ. ഇതാണ് അതിന്റെ ലൈൻ. സോ ആ ലൈൻ ഓഫ് ആക്ഷൻ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഉള്ളത്. അവിടെ ലിവർ ആം ഡിസ്റ്റൻസ് ഇല്ല. ഹെൻസ് മൊമെന്റ് 0 ആയിരിക്കും. സോ ഞാനിപ്പോ ഇതിന്റെ വെർട്ടിക്കൽ കമ്പണന്റ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. വെർട്ടിക്കൽ കമ്പണന്റ് കാരണം എയിൽ ഉണ്ടാവുന്ന ആ മൊമെന്റ് എത്രയാണ്? ഓക്കെ. സോ ഞാൻ അതിനെ MAR എന്ന് ഡിനോട്ട് ചെയ്യുന്നു. റിസൾട്ടന്റ് മൊമെന്റ് അറ്റ് എ. എങ്ങനെ കിട്ടും? മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. മാഗ്നിറ്റ്യൂഡ് എത്രയാ? 84.1127. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആംഗിൾ ഈ ആംഗിൾ ആണ് 72 ഡിഗ്രി അല്ലെ. ഈ ആംഗിൾ ആയിരുന്നു തീറ്റ, ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ദിസ് ആംഗിൾ ഇസ് 72 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ കമ്പണന്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84.1127 sin 72. ഓക്കെ. ഇൻറ്റു അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ്. ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വരും? കൺസിഡർ ചെയ്യുന്ന ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റിന്റെ വെർട്ടിക്കൽ കമ്പണന്റ് ആണ്. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് വരും. ആ ലൈൻ ഓഫ് ആക്ഷനും നമ്മൾ പോയിന്റ് എയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് ലിവർ ആം ഡിസ്റ്റൻസ് അല്ലെ. ഈ കേസിൽ ദാറ്റ് ഈസ് എക്സ് മീറ്റർ. ഇതാണ് റിസൾട്ടന്റ് കാരണം പോയിന്റ് എയിൽ ഉണ്ടാവുന്ന മൊമെന്റ്. വെയ്ഗ്നോൺ സർ എന്താ പറയുന്നത്? ദിസ് വാല്യൂ മസ്റ്റ് ബി ഈക്വൽ ടു
algebraic sum of moments due to individual forces. അത് എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്? ദാറ്റ് ഇസ് 410 ന്യൂട്ടൺ മീറ്റേഴ്സ്. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? x is equal to 5.125 Newton meter. 5.125 meters. അല്ലേ? So x is 5.125 meters. So നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ തെറ്റാണ്. 5 മീറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഏകദേശം എന്താ ഇവിടേക്കായിട്ട് വരും അല്ലേ? ഇത് തന്നെ ഇത്രയാണ്. ഇത്ര 5.125 മീറ്റേഴ്സ്. ഇനി നമുക്ക് റിസൾട്ട്, ഇപ്പൊ സപ്പോസ് ഇതാണ് നമ്മൾ റിസൾട്ടന്റിനെ എന്താ പറയുക, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാണ്ടും നമുക്ക് റിസൾട്ടൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അങ്ങനെ റിസൾട്ടനെ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്താ, അപ്പൊ ആ കേസിലാണെങ്കിൽ MAR എങ്ങനെ വരും? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സ് അത് റിസൾട്ടന്റ് ആണ്. നമ്മളിപ്പോ അതിനെ ഈ കേസ് നമ്മൾ തൊട്ട് മുമ്പത്തെ കേസിൽ ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കേസിൽ തന്നെ റിസോൾവ് ചെയ്യാതെ സ്ട്രൈറ്റ് ആയിട്ട് ആ ഫോഴ്സിനെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് അല്ല, ഫോഴ്സിന്റെ വാല്യൂ എത്രയാ? 84.1127 ന്യൂട്ടൺ ആണ് ഫോഴ്സ് ഇൻറ്റു അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ്. അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ അല്ലെ? എന്താ ലൈൻ ഓഫ് ആക്ഷൻ വരിക? ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ അല്ലെ? കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ അല്ലെ? ഇതാണ് നമ്മളുടെ റിസൾട്ടന്റിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ആയിട്ട് വരുന്നത്, ഈ പിങ്ക് ലൈൻ. എക്സാക്ട് ആയില്ലേ? ഇതാണ് റിസൾട്ടന്റിന്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഈ പിങ്ക് ലൈൻ. ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ ഓഫ് ആക്ഷനും കൺസിഡർ ചെയ്യുന്ന പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ എത്ര വരും? There has to be, ഇതാണ് അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് ആയിട്ട് വരേണ്ടത് അല്ലെ? ഇത്രയും ഡിസ്റ്റൻസ് ആണ് ലിവർ ആം ഡിസ്റ്റൻസ് അല്ലെ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും കൺസിഡർ ചെയ്യുന്ന പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ സേ ദിസ് ബി y മീറ്റർ. ഓക്കെ, അതിനെ y മീറ്ററിന് ജസ്റ്റ് ഡിനോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 84.1127 ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് എത്രയാ? y മീറ്റർ. And according to Verigne's theorem, this must be equal to moment due to individual forces, 410 Newton meters. From that, y is equal to എത്ര വരും? 4.874 Newton, അല്ല സോറി 4.874 meters അല്ലേ? This value is 4.874 meter. ഓക്കെ, ഞാൻ താഴത്തേക്ക് എടുത്തിടാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് തന്നെ വായിക്കാൻ പറ്റും. സോ നമ്മൾ റിസൾട്ടന്റിനെ ലൊക്കേറ്റ് ചെയ്തു. അതിന്റെ ഈ ഡയറക്ഷൻ, ദിസ് ഇസ് 5.125 meters and this is 4.874 meters. ഓക്കെ, ഇപ്പൊ നമ്മൾ റിസൾട്ടന്റിനെ ലൊക്കേറ്റ് ചെയ്തു. സോ നമ്മൾ ഇതിന്റെ റിസൾട്ടന്റിനെ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഓരോ പാർട്ടുകളായിട്ട് നമുക്ക് എന്താ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റ് റെഡ്യൂസ് സിസ്റ്റം ഇൻടു എ സിംഗിൾ ഫോഴ്സ് ആൻഡ് കപ്ലർ എ. ഓക്കെ, സോ നമുക്ക് എയിലെ ഒരു സിംഗിൾ ഫോഴ്സും കപ്ലറുമായിട്ട് നമുക്ക് തന്നെ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്.
അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. നമുക്കിനി ഇതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ ഫോഴ്സുകളൊന്നും വേണ്ട. നമ്മൾ ആ ഇൻഡിവിജ്വൽ ഫോഴ്സിനെ എല്ലാത്തിനും കൂടിയിട്ട് റിസൾട്ടൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമ്മൾ റിസൾട്ടൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഈ പോയിന്റ് എയിലേക്ക് ഇതിനെ നമുക്ക് ഒരു സിംഗിൾ ഫോഴ്സും ഒരു കപ്പിളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടത്? നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്യാം അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താ പറയുന്നത്? നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഫോഴ്സിലേക്ക് ഒരു ഇക്വിലിബ്രിയത്തിലുള്ള ഫോഴ്സ് സിസ്റ്റം ആഡ് ചെയ്താലോ സബ്സ്ട്രാക്ട് ചെയ്താലോ ആ പാരന്റ് സിസ്റ്റത്തിന് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാവില്ല. ഓക്കെ, സോ നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ സിസ്റ്റത്തിനെ എയിലെ ഒരു സിംഗിൾ ഫോഴ്സും മൊമെന്റും ആയിട്ട് കൺസിഡർ ചെയ്യാനാണ്. സോ നമുക്ക് പോയിന്റ് എയിലാണ് ആ ഫോഴ്സ് വരേണ്ടത്. സോ നമുക്ക് പോയിന്റ് എയിൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാം. എന്താണ് ഇക്വിലിബ്രിയത്തിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം, നമുക്ക് ഇപ്പോൾ എത്രയാണോ റിസൾട്ടന്റ് വന്നിട്ടുള്ളത് ആ സെയിം ഫോഴ്സ് തന്നെ ഇക്വിലിബ്രിയത്തിൽ രണ്ട് ഡയറക്ഷനിലും കൊടുക്കുക. സെയിം ഫോഴ്സ് തന്നെ നമ്മളിതാ എയിലും കൊടുക്കുന്നു, ആ സെയിം ഫോഴ്സ് തന്നെ എയിൽ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം അല്ലേ? അപ്പോഴത് ഇക്വിലിബ്രിയം ഫോഴ്സ് ആവുള്ളൂ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഈ രണ്ട് ഫോഴ്സ് ആണ് നമ്മൾ ഇക്വിലിബ്രിയത്തിലേക്ക് ഇക്വിലിബ്രിയം ഫോഴ്സ് ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റിസൾട്ടന്റിന്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. റിസൾട്ടന്റിന്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു ഇക്വിലിബ്രിയം ഫോഴ്സ്, സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ആംഗിളും. ആംഗിൾ എത്രയായിരുന്നു? ദാറ്റ് വാസ് 72 degrees അല്ലേ? This angle was 72 degrees. ആ സെയിം ആംഗിളിലും തന്നെ വേണം നമ്മൾ ഫോഴ്സും അപ്ലൈ ചെയ്യാനായിട്ട്. അതിന്റെ ഫോഴ്സിന് യാതൊരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരരുത്. ആ സെയിം മാഗ്നിറ്റ്യൂഡ് സെയിം ആംഗിളിലുള്ള രണ്ട് ഇക്വിലിബ്രിയത്തിലുള്ള രണ്ട് ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ this angle is this angle is 72 degrees and this angle to 72 degrees. അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ പോയിന്റ് എയിലേക്ക് ഒരു ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെ ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ അകത്ത് നമുക്ക് കപ്പിൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സുകൾ അല്ലെ? കപ്പിൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഫോഴ്സും ഒരു കപ്പിളുമായിട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാണ് കപ്പിളായിട്ട് കിട്ടുക? നമുക്ക് ഫോഴ്സിനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് വരയ്ക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇങ്ങനെയാ വരയ്ക്കാം. ഇതും ഇക്വിലിബ്രിയത്തിലുള്ള ഫോഴ്സ് ആണ് അല്ലെ? ഏത് ഡയറക്ഷനാണ് നമ്മൾ പ്രോബ്ലത്തിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം വരച്ചത് രണ്ടാമത്തെ വരച്ച വലിയ വ്യത്യാസമൊന്നുമില്ല. സോ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു രണ്ട് ഫോഴ്സ് പോയിന്റ് എയിൽ അപ്ലൈ ചെയ്തു. ഇതിനകത്ത് നോക്കി,
ഇതിൻ്റെ അകത്ത് ഈ ഫോഴ്സും ഏത് നമ്മളുടെ റിസൾട്ടന്റ് ഫോഴ്സും ഈ ഫോഴ്സും ഇത് രണ്ടും കൂടി ഒരു കപ്പിൾ ഫോം ചെയ്യുന്നില്ലേ? ഉണ്ട് അല്ലേ? ഇത് രണ്ടും പാരലൽ ഫോഴ്സ് ആണ്. അപ്പോൾ അതൊരു കപ്പിൾ ഫോം ചെയ്യും. കപ്പിളിന്റെ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അതിന്റെ ആമായിട്ട് വരിക. ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് കപ്പിൾ എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആം ഓഫ് ദി കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കപ്പിളിന്റെ രണ്ട് ഫോഴ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സിനാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുക. അൺലൈക്ക് ഫോഴ്സസ് അല്ലെ? ആ രണ്ട് ഫോഴ്സിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അതിന്റെ ആം ഓഫ് ദി കപ്പിൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മളുടെ ഈ കപ്പിൾ 84.1127 ഇവിടെ ഒരു ഫോഴ്സ്, 84.1127 ഈ ഒരു ഫോഴ്സ്, അതിന്റെ ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഈ പിങ്ക് ലൈൻ ആണ്. ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ആ ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആം ഓഫ് ദി കപ്പിൾ ആയിട്ട് എടുക്കേണ്ടത്. 5.125 മീറ്റർ അല്ല, 4.874 മീറ്റർ ആണ് ആം ഓഫ് ദി കപ്പിൾ. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ കൺഫ്യൂസ് ആവാൻ സാധ്യതയുള്ളതാണ്. ആം ഓഫ് ദി കപ്പിൾ എന്ന് പറഞ്ഞാൽ അതും രണ്ട് ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻസ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ആം ഓഫ് ദി കപ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കപ്പിളിന്റെ മൊമെന്റ് എന്തായിരിക്കും? Moment will be equal to force 84.1127 into arm of the couple 4.874, and that is equal to 409.961 Newton meters. Sorry, 409.965 ന്യൂട്ടൺ മീറ്റേഴ്സ്. ഓക്കെ, നമുക്ക് നമ്മൾ തന്നെ ഈ സിസ്റ്റം ഓഫ് ഫോഴ്സ് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ? നമ്മൾ ഈ കപ്പിളിനെ ഒരു മൊമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി. സോ അതിനൊരു കോപ്പി എടുക്കാം. ഓക്കെ, സോ നമ്മളിത് ഈ കപ്പിളിനെയാണ് നമ്മൾ ഒരു മൊമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ആ കപ്പിള് ക്ലോക്ക് വൈസ് കപ്പിൾ ആണോ ആന്റി ക്ലോക്ക് വൈസ് കപ്പിൾ ആണോ? ഏതാ ഡയറക്ഷൻ? ദിസ് ഇസ് അല്ലെ? ഇത് ക്ലോക്ക് വൈസ് കപ്പിൾ ആണ്. സോ അതിനെ ഒരു കപ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്യാം. And it has a value of 409.965 Newton meters. So നമ്മളുടെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇതാ നമ്മൾ ഈ എൻറ്റയർ സിസ്റ്റം ഓഫ് ഫോഴ്സിനെ, അല്ല ഇതായിരുന്നു നമ്മളുടെ സിസ്റ്റം ഓഫ് ഫോഴ്സ്, അതിനെ നമ്മൾ പോയിന്റ് എയിലുള്ള ഒരു സിംഗിൾ ഫോഴ്സും ഒരു കപ്പിളും ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്. സോ നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലത്തിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം. സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? വി നീഡ് ടു റെഡ്യൂസ് ദിസ് ഫോഴ്സ് സിസ്റ്റം ഇൻടു സിംഗിൾ ഫോഴ്സ് ആൻഡ് കപ്ലറ്റ് ഡി. ഡിയിലെ ഒരു ഫോഴ്സും മൊമെന്റും ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ചെയ്യുന്ന പോലെ ആദ്യം ഇതിന്റെ ഒരു കോപ്പി എടുക്കാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻഡിവിജ്വൽ ഫോഴ്സിനൊക്കെ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് റിസൾട്ടനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ.
നമ്മൾ ഇതിൻ്റെ അത് ഇൻഡിവിജ്വൽ ഫോഴ്സിനെല്ലാം കളഞ്ഞു. നമ്മളിപ്പോൾ നമുക്കിനി റിസൾട്ടൻറ്റ് മാത്രം മതി. നമുക്കിനി എന്താ ചെയ്യണ്ടേ? നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഫോഴ്സിനെ ഡിയിലുള്ള ഒരു ഫോഴ്സ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യണം അല്ലെ? എന്താ ചെയ്യണ്ടേ? കിട്ടാനായിട്ട് ഡിയിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാനായിട്ട് ഡിയിൽ ഒരു സെയിം ഫോഴ്സ്, ഒരു എന്താ പറയുക, ഒരു മറ്റേ റിസൾട്ടന്റിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യണം. നമ്മൾ സെയിം റിസൾട്ടന്റ് ഏത് മാഗ്നിറ്റ്യൂഡ് ആണോ അല്ലെങ്കിൽ ഏത് ആംഗിൾ ആണോ ആ സെയിം ഡയറക്ഷനിലുള്ള രണ്ട് ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇവിടെ അപ്ലൈ ചെയ്തു. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ഫോഴ്സ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോഴേ അത് ഇക്വിലിബ്രിയം ഫോഴ്സ് ആയിരിക്കുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇക്വിലിബ്രിയം ആയിട്ട് അപ്ലൈ ചെയ്തത്. ഇക്വിലിബ്രിയം ഫോഴ്സ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നോക്കുക, ഇതിൻ്റെ അകത്ത് കപ്പിളിനെ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് കപ്പിളിനെ ഐഡന്റിഫൈ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഏതാ കപ്പിളായിട്ട് നമുക്ക് വരിക? പാരലൽ, അൺലൈക്ക് പാരലൽ ഫോഴ്സസ് അല്ലെ? ഇതിന് പാരലൽ ആയിട്ട് വരുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സ് ഇതുമാണ് കപ്പിൾ ഫോം ചെയ്യുള്ളൂ അല്ലെ? ഇതുമാണ് കപ്പിൾ ഫോം ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കപ്പിളിനെ നമുക്കൊരു മൊമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം അല്ലെ? കപ്പിളിന്റെ മൊമെന്റ് എങ്ങനെ എടുക്കുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ഫോഴ്സ് ഇൻടു ആ ആം ഡിസ്റ്റൻസ്. ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട്, ഇപ്പൊ ഇതിന്റെ അത് പെട്ടെന്ന് കൺഫ്യൂഷനോ, സി ഡി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് നമ്മൾ പെട്ടെന്ന് ആമായിട്ട് എടുക്കും. അതല്ല ആം. ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോഴ്സ്, നമ്മളുടെ കപ്പിളിലുള്ള ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആം. ഈ ലൈൻ ഓഫ് ആക്ഷൻസ്, ഇതാണ് രണ്ട് ലൈൻ ഓഫ് ആക്ഷൻ. ഈ രണ്ട് ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആം ഡിസ്റ്റൻസ്. ചുരുക്കമായിട്ടറിയാം. ഓക്കെ, ഇതാണ് ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഈ പിങ്ക് ലൈൻ ആണ് ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. സോ ഇത് ഈ രണ്ട് ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. And this is approximately 90 degree and 90 degree. Okay, ഈ ഡിസ്റ്റൻസ് ആണ് ആം ഓഫ് ദി കപ്പിൾ. ഓക്കെ, ഇപ്പൊ ഇനി നമുക്ക് എന്താ പറയാ, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ 4 മീറ്റർ എന്ന് പറയുന്നത് സിയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഓക്കെ, ഈ സി എന്ന് പറയുന്ന ഈ പോയിന്റ് മുതൽ, ശ്രദ്ധിക്കുക, സി എന്ന് പറയുന്ന ഈ പോയിന്റ് മുതൽ ഡി എന്ന് പറയുന്ന ഈ പോയിന്റ് വരെ ഡിസ്റ്റൻസ് ആണ് 4 മീറ്റർ. ഓക്കെ, അത് നമുക്കിവിടെ ആവശ്യമില്ല. സോ നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്യാം. ഇനി ഈ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെ? ഇതിന്റെയൊക്കെ ആംഗിൾ നമുക്ക് അറിയായിരുന്നു അല്ലെ? റിസൾട്ടന്റ് ഈ ആംഗിള് എത്രയാണ്? 72 ഡിഗ്രി ആണ്. ഈ ആംഗിള് 72 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 72 ഡിഗ്രി ആയിരിക്കും അല്ലെ? അടുത്തത് ഇവിടെ വരുമ്പോ നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ, ഈ ലൈനെ ചുമ്മാ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിള് 72 ഡിഗ്രി ആണ്. എങ്ങനെ കിട്ടി? നമ്മള് അങ്ങനെയാണ്, ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഇതിന്റെ ഇക്വിലിബ്രിയം ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലെ?
ഈ ആംഗിള് 72 ഡിഗ്രി ആണ്. സോ അതുകൊണ്ട് ഈ ആംഗിളും 72 ഡിഗ്രി ആണ്. അതെ, കാരണം നമ്മൾ ഈ റിസൾട്ടന്റ് ബിഹേവിയർ എങ്ങനെയാണോ ആ സെയിം ബിഹേവിയർ ഉള്ള ഇക്വിലിബ്രിയം ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. സോ അതുകൊണ്ട് ഈ റിസൾട്ടന്റ് ആംഗിൾ 72 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ആംഗിൾ 72 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇത് രണ്ട് 72 ഡിഗ്രീസ് ആണെങ്കിൽ ഈ ആംഗിൾസും 72 ഡിഗ്രീസ് ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഈ ആംഗിൾ കിട്ടി. ദിസ് ഇസ് 72 ഡിഗ്രീസ്. This is 72 degrees. Okay. ഇത് 72 ഡിഗ്രി ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ? എങ്ങനെ കിട്ടും? നമുക്ക് പോയിന്റ് എ മുതൽ ഈ കോണ്ടാക്ട് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 5.125 മീറ്റർ ആണെന്നറിയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഡീന് ഇവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസ് എത്രയായിരിക്കും? This has to be total distance 2 plus 2 plus 4 8 മീറ്റർ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് this will be 8 minus 5.125 meter. That will be 2.875 meters. അല്ലെ? ഇത്രയും ഡിസ്റ്റൻസ്. ഇത്രയും ഡിസ്റ്റൻസ് 2.875 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ട്രിഗണോമെട്രി ഉപയോഗിച്ചിട്ട് സൈൻ റൂളോ കൊസൈൻ റൂളോ ഏതെങ്കിലും റൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ അല്ലെ? ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? This distance will be calculate ചെയ്ത് നോക്കുക. That will be 2.7342 meters. ഈ ഡിസ്റ്റൻസ് അല്ലെ? നമുക്ക് ട്രിഗണോമെട്രി യൂസ് ചെയ്യാം. കാരണം ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ? അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ ഈ ആംഗിൾ 72 ഡിഗ്രീസ് കിട്ടി. അതിന്റെ അകത്ത് നമുക്ക് 2.875 കിട്ടി. സോ sin 72 equal to this distance divided by 2.875. From that നമുക്ക് ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. That will be 2.7342. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ നമുക്ക് ആം ഓഫ് ദി കപ്പിൾ കിട്ടില്ലേ? ഇതാണ് ആം ഓഫ് ദി കപ്പിൾ 2.7342. ഇനി നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു കപ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്യാലോ. കോപ്പി എടുക്കാം. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനിയാണ് നമ്മളുടെ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് രണ്ടും കൂടിയാണ് നമുക്ക് കപ്പിൾ ഫോം ചെയ്യുന്ന ഒരു ഫോഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ കപ്പിളിനെ നമുക്ക് ഒരു മൊമെന്റ് ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. അതിന് മുമ്പ് അതിന്റെ ഡയറക്ഷൻ ഇത് ഏത് ഡയറക്ഷനിലാണ്? ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക അല്ലെ? ദിസ് ഇസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ നമ്മൾ തന്നെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള മൊമെന്റ് ആയിട്ട് വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും അത് ആക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിനെ മൊമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഫോഴ്സിന് എല്ലാത്തിനെയും ഡിലീറ്റ് ചെയ്യണം. ആൻഡ് ദിസ് ആസ് എ വാല്യൂ ഓഫ് എത്രയാണ്? കപ്പിളിന്റെ മൊമെന്റ് വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? കപ്പിളിന്റെ മൊമെന്റ് കിട്ടാനായിട്ട് ഫോഴ്സ് അത് എത്രയാ? 84.5
1127. 84.1127 into arm of the couple. Arm of the couple എത്രയാ? Moment is equal to 84.1127 into arm of the couple. Arm of the couple എന്ന് പറഞ്ഞാൽ 2.7342 ആണ്. And that will be equal to 229.98 Newton meters. So this is a value of 229.98 Newton meters. Clear ആയോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞു. നമ്മൾ ഈ എൻറ്റയർ സിസ്റ്റം ഓഫ് ഫോഴ്സിനെ പോയിന്റ് ഡിയിലുള്ള ഒരു സിംഗിൾ ഫോഴ്സും ഒരു മൊമെന്റും ആയിട്ട് നമ്മൾ റിസോൾവ് ചെയ്തു. ആംഗിൾ കൂടെ ജസ്റ്റ് എഴുതിയേക്കാം. ആംഗിൾ എത്രയാ? This angle is 72 degrees. അല്ലേ? This angle is 72 degrees. Okay. പോയിന്റ് ഡിയിലുള്ള ഒരു സിംഗിൾ ഫോഴ്സും ഒരു മൊമെന്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. സോ നമ്മളുടെ സെക്കൻഡ് പാർട്ടും ഓവറാണ്. നമുക്ക് സെയിം അപ്രോച്ച് വെച്ച് തന്നെ പ്രോബ്ലത്തിന്റെ തേർഡ് പാർട്ടും ചെയ്യാം. തേർഡ് പാർട്ട് എന്തായിരുന്നു? We need to reduce the system into single force and couplet point C. Okay. So ഇതിന്റെ കോപ്പി എടുക്കാം. Okay. ഇതിൻ്റെ അകത്തുനിന്ന് ചെയ്ത പോലെ ഇൻഡിവിജ്വൽ ഫോഴ്സസിനെല്ലാം ആവശ്യമില്ലാത്തതിനൊക്കെ ഡിലീറ്റ് ചെയ്യാം. പോയിന്റ് സി ഇത് എവിടെയാണ് കേട്ടോ? ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടേക്കാം, കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, ഇവിടെയാണ് പോയിന്റ് സി. സി മുതൽ ഡി വരെയാണ് 4 മീറ്റർ. നമുക്കിനി ഇതിനകത്ത് എന്താ ചെയ്യണ്ടേ? നമുക്ക് പോയിന്റ് സിയിൽ ഒരു സിംഗിൾ ഫോഴ്സും കപ്പിളായിട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. സോ എന്താ ചെയ്യണ്ടേ? പോയിന്റ് സിയിൽ തന്നെ ഫോഴ്സ് ആയിട്ട് കിട്ടണമെങ്കിൽ പോയിന്റ് സിയിൽ നമ്മൾ ഇക്വിലിബ്രിയം ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സോ ഇക്വിലിബ്രിയം ഫോഴ്സ് അപ്ലൈ ചെയ്യുക. പോയിന്റ് സൈഡ് വെച്ചാൽ അവിടെ കറക്റ്റ് ആയിട്ട് ഇക്വിലിബ്രിയം ഫോഴ്സ്. അപ്പോൾ നമ്മൾ സെയിം റിസൾട്ടന്റിന്റെ സെയിം ആംഗിളും സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇക്വിലിബ്രിയത്തിൽ കിട്ടണമെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യണം. സോ നമ്മൾ ഇക്വിലിബ്രിയം ഫോഴ്സസ് രണ്ടെണ്ണം അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെയിം പോയിന്റിൽ ഒരേ പോയിന്റിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിന്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ആണ് റിസൾട്ടന്റിന്റെ. റിസൾട്ടന്റിന്റെ സെയിം മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സെയിം ആംഗിളും 72 ഡിഗ്രി, ഇത് 72 ഡിഗ്രി, ഇതും 72 ഡിഗ്രി. ഓക്കെ,
ഈ നെക്സ്റ്റ് നമുക്ക് ഇതിനെ കപ്പിളായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് എവിടെ നമുക്ക് കപ്പിൾ വരിക? അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. ഇതുമാണ് കപ്പിള് ഫോം ചെയ്യുള്ളൂ. ക്ലിയർ ആയില്ലേ? ഈ ഫോഴ്സും കൂടിയാണ് കപ്പിള് ഫോം ചെയ്യുക. നമുക്ക് കപ്പിള് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് കണ്ടുപിടിക്കണം. മൊമെന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കപ്പിളിന്റെ ആമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആ ഫോഴ്സിനെ. ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻസ്. ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ രണ്ട് ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആം ഓഫ് ദി കപ്പിൾ അല്ലെ? സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ? ഇതാണ് ആം ഓഫ് ദി കപ്പിൾ. ഇനി ആം ഓഫ് ദി കപ്പിൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മള് എന്താ പറയാ, ലാസ്റ്റ് സെക്കൻഡ് കേസിൽ ഇത് സെയിം അപ്രോച്ച് നമുക്ക് ഫോളോ ചെയ്യാം. പോയിന്റ് എ മുതൽ ഈ ലൊക്കേഷൻ, അതായത് റിസൾട്ടന്റ് ലൊക്കേഷൻ വരെ ഡിസ്റ്റൻസ് 5.125 മീറ്റർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പോയിന്റ് എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? 2 + 2 4 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that will be ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 5.125 മൈനസ് 4 മീറ്റർ അല്ലേ? that will be 1.125 meters. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.125 മീറ്റർ ആണ്. ഇനി ഇവിടുത്തെ ആംഗിൾ, ഈ ആംഗിൾ എത്രയാ? This angle is എത്രയായിരിക്കും? ഒബ്വിയസ്ലി 72 ഡിഗ്രി അല്ലേ? റിസൾട്ടന്റിന്റെ ഈ ആംഗിൾ 72 ഡിഗ്രി ആണ്. അതിനാണെങ്കിൽ നമ്മൾ സെയിം റിസൾട്ടന്റിന്റെ സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനിലുള്ള ഇക്വിലിബ്രിയം ഫോഴ്സിന് അപ്ലൈ ചെയ്തത്. സോ ഈ ആംഗിൾ 72 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 72 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ആംഗിളും 72 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇതിന്റെ അകത്ത് ആം ഓഫ് ദി കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ നമുക്ക് ഇതിന്റെ അകത്ത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. സോ നമുക്ക് സൈൻ റൂൾ ഏത് റൂൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. സോ ഇവിടെ ഈ ആംഗിൾ നമുക്കറിയാം, ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം. ഈ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം? സൈൻ എടുത്താൽ മതി. സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു ദിസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 1.125 മീറ്റർ എന്ന് കിട്ടും. സോ ഫ്രം ദാറ്റ് ദിസ് ഡിസ്റ്റൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഇസ് എത്ര വരും? That will be 1.0699 meters. ഇപ്പൊ നമ്മൾ ആം ഓഫ് ദി കപ്പിൾ കണ്ടുപിടിച്ചു. ഓക്കെ, ആം ഓഫ് ദി കപ്പിൾ എപ്പോഴും ശ്രദ്ധിക്കുക, രണ്ട് ഫോഴ്സസിന്റെ ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആം ഓഫ് ദി കപ്പിൾ. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ആം ഓഫ് ദി കപ്പിൾ എന്ന് പറഞ്ഞാൽ 1.0699 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ കപ്പിളിന്റെ മൊമെന്റ് എന്തായിരിക്കും? മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഫോഴ്സിന്റെ വാല്യൂ 84.1127. moment m is equal to 84.1127 into arm of the couple. That will be 1.0699. എത്രയാണ്? That is 89.9921 Newton meters.
അല്ലേ? നമുക്ക് ഒന്നുകൂടി റീഡ്രോ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പോയിന്റ് സിയിലേക്ക് ഒരു സിംഗിൾ ഫോഴ്സ് മൊമെന്റ് ആയിട്ടാണ് വരേണ്ടത്. സോ അതേ ഫോഴ്സ് ഇതായി ഗ്രീൻ കാണിച്ചിട്ടുള്ളത്, ഇതാണ് കപ്പിൾ വരുന്നത്. ആ കപ്പിളിനെ നമുക്കൊരു മൊമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി കപ്പിൾ ഇതാണ് കപ്പിൾ. ഇത് ക്ലോക്ക് വൈസ് കപ്പിൾ ആണോ ആന്റി ക്ലോക്ക് വൈസ് കപ്പിൾ ആണോ? ദിസ് ഇസ് ക്ലോക്ക് വൈസ് കപ്പിൾ അല്ലേ? സോ ദിസ് ഇസ് ക്ലോക്ക് വൈസ് കപ്പിൾ. കപ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ട. നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കപ്പിളിന്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 89.9921 ന്യൂട്ടൺ മീറ്റേഴ്സ്. ഓക്കെ, സോ നമ്മളുടെ പ്രോബ്ലത്തിന്റെ തേർഡ് പാർട്ടും ഓവറാണ്. എല്ലാത്തിനും ഒരുമിച്ച് കൊണ്ടുവയ്ക്കാം. So second part. This is the third part. Okay, so നമ്മൾ ഇതായിരുന്നു നമ്മളുടെ സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ഇതാണ് നമ്മളുടെ സിസ്റ്റം ഓഫ് ഫോഴ്സസ്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം അതിനെ പോയിന്റ് എയിലുള്ള ഒരു സിംഗിൾ ഫോഴ്സ് മൊമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ നമ്മൾ പോയിന്റ് ഡിയിലുള്ള ഒരു സിംഗിൾ ഫോഴ്സ് മൊമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ നമ്മൾ പോയിന്റ് സിയിൽ സിംഗിൾ ഫോഴ്സ് മൊമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ നമ്മളുടെ പ്രോബ്ലം ഓവർ.